നമസ്കാരം. ഇടുക്കി ലൈവിൻ്റെ വോക്ക് ദ റൈറ്റ് പാത്ത് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ബിബിൻ. കാലിഗ്രാഫി എന്ന് പറയുന്ന ഒരു പഠന മേഖലയെക്കുറിച്ച് അല്ലെങ്കിൽ തൊഴിൽ സാധ്യതകളുള്ള ഒരു മേഖലയാണോ ഇത് എന്നൊക്കെ ചോദിച്ച് ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഒരു മെയിൽ ലഭിച്ചിരുന്നു. അതിനുള്ള ഒരു മറുപടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഏകദേശം അച്ചടി യന്ത്രവും കമ്പ്യൂട്ടറും ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ രേഖകളെല്ലാം തന്നെ കയ്യെഴുത്ത് പ്രതികളായിട്ടാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ പണ്ടുകാലത്തുള്ള ചരിത്ര രേഖകളും അതുപോലുള്ള അനുബന്ധ ഡോക്യുമെൻറ്റുകളെല്ലാം തയ്യാറാക്കിയിരുന്നത് ഈ കാലിഗ്രാഫിയുടെ സഹായത്തോടു കൂടി ആണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് നമ്മുടെ നാട്ടിലുള്ള പൂർവികർ അതിനു മുമ്പ് റോമൻ സാമ്രാജ്യവും ഗ്രീക്കും അതുപോലെ തന്നെ അറബികളും പൗരാണിക കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു സമ്പ്രദായമായിട്ടാണ് കാലിഗ്രാഫിയെക്കുറിച്ച് നമ്മൾ പറയുക. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് ഇപ്പോഴും സാധ്യതകളുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. നമ്മൾ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ ഒരു പ്രത്യേകത, ആരെങ്കിലും മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു ഫോണ്ടിൽ എഴുതുകയല്ലാതെ പുതിയൊരു ഫോണ്ട് സൃഷ്ടിക്കാൻ ഒരു കമ്പ്യൂട്ടറിനും ആകില്ല എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരു പുതിയ ഫോണ്ട് ഉണ്ടാകണമെങ്കിൽ കാലിഗ്രാഫിസ്റ്റ് അല്ലെങ്കിൽ കയ്യക്ഷര വിദഗ്ധൻ്റെ സേവനം കൂടിയേ തീരൂ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയാണ് ഈ കാലിഗ്രാഫി എന്ന് പറയുന്ന ഒരു കലാരൂപത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഒരു കാലിഗ്രാഫിസ്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ് എന്ന് ആദ്യം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അച്ചടിയും കമ്പ്യൂട്ടർ ടൈപ്പിങ്ങിനുമൊക്കെ അത് വളരുന്നതിനൊരു കാലഘട്ടത്തിന് മുമ്പ് തന്നെ കാലിഗ്രാഫിസ്റ്റിൻ്റെ ഒരു ജോലി ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണ രീതിയിൽ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കാൻ വേണ്ടി പല ഫോണ്ടുകളും സ്റ്റൈലുകളും രൂപകൽപ്പന ചെയ്യുക എന്നത് കാലിഗ്രാഫിസ്റ്റുകളുടെ ഒരു പ്രധാന ജോലിയായിട്ടാണ് ഇന്ന് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഈ ഒരു മേഖലയിലേക്ക് എങ്ങനെ വരാം എന്നൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ നല്ലൊരു കാലിഗ്രാഫിസ്റ്റായിട്ട് എങ്ങനെ നമുക്ക് ഡെവലപ്പ് ആകാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു കരിയർ മെച്ചപ്പെടുത്താം എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അത് എങ്ങനെയാണ് എന്ന് വളരെ കൃത്യമായിട്ട് ഞാൻ പറയാം. മറ്റ് കരിയറുകളെ പോലെ SSLCയിൽ ഫുൾ ശതമാനം മാർക്കും അല്ലെങ്കിൽ +2വിൻ്റെ മുഴുവൻ മാർക്കും എന്നുള്ളൊരു രീതിയൊന്നുമല്ല കാലിഗ്രാഫിസ്റ്റിന് വേണ്ടത്. അതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വൃത്തിയായി അക്ഷരങ്ങൾ എഴുതാനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ രംഗത്തേക്ക് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം കടന്നു വരാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഞാൻ പറഞ്ഞു വന്നത് 10ാം ക്ലാസ് തോറ്റ അല്ലെങ്കിൽ ആ ഒരു മേഖല പോലും നമുക്ക് കടക്കാൻ പറ്റുന്നില്ലെങ്കിൽ കൂടി നമുക്ക് നല്ല ഒരു കൈയക്ഷരമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ എഴുതാൻ പറ്റുമെങ്കിൽ നല്ലൊരു കാലിഗ്രാഫിസ്റ്റായിട്ട് നമുക്ക് ഡെവലപ്പ് ആകാം, അല്ലെങ്കിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൈയക്ഷര മികവിനോടൊപ്പം തന്നെ നമ്മൾക്ക് മറ്റ് ചില കഴിവുകൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു മേഖലയിൽ നമുക്ക് എക്സൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കൈ വിറയ്ക്കാതെ ബ്രഷ് പിടിക്കാനുള്ള ഒരു ശേഷി അത് എല്ലാവർക്കും ഉണ്ടാകണം എന്നുള്ളതില്ല. മണിക്കൂറുകളോളം കുത്തിയിരുന്ന് ജോലി, അതായത് ഒരു മടുപ്പും കൂടാതെ ഏറ്റെടുക്കുന്ന ജോലികൾ വളരെ എത്ര സമയമെടുത്തായാലും ഏറ്റവും വൃത്തിയായി ചെയ്തു കൊടുക്കാനായിട്ട് ഉള്ള ഒരു മനസ്സ്, അതുപോലെ തന്നെ ആശയങ്ങളും ചിന്തകളെയും ഒക്കെ അക്ഷരങ്ങളിലേക്ക് പകർത്താനുള്ള ഒരു കഴിവ്, ഇതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബുദ്ധി, കലാവാസന ഒക്കെ ഈ കൂട്ടർക്ക് വളരെയധികം വേണ്ടിയതാണ്. ഒരു കാലിഗ്രാഫിസ്റ്റിൻ്റെ കീഴിൽ നിങ്ങൾക്ക് പരിശീലനം നേടാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു കടലാസിൽ മാത്രമല്ല കമ്പ്യൂട്ടർ സ്ക്രീനിലും നിങ്ങൾക്ക് വരയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ പുതിയ സോഫ്റ്റ്വെയറുകളും അതുപോലെ തന്നെ പ്രോഗ്രാമുകളും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരാൾ, അതായത് ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഇതിൻ്റെയൊക്കെ സഹായം കൂടാതെ, ഒരു സോഫ്റ്റ്വെയറിൻ്റെയോ ഒരു പ്രോഗ്രാമിൻ്റെയോ ഒക്കെ സഹായം കൂടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ടേസ്റ്റ് ഉള്ള ആൾ കൂടി ആയിരിക്കണം ഈ ഒരു മേഖല തിരഞ്ഞെടുക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഇത് എവിടെ പഠിക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അക്കാദമിക് യോഗ്യതകളല്ല ഒരു കാലിഗ്രാഫിസ്റ്റിൻ്റെ ഒരു കരിയർ നിർണ്ണയിക്കുന്നതെങ്കിലും ചില യൂണിവേഴ്സിറ്റികളൊക്കെ അതിനൊരു കോഴ്സ് നൽകുന്നില്ലെങ്കിലും ചില സ്ഥലങ്ങളിൽ അതിന് കൃത്യമായ കോഴ്സുകൾ നൽകി വരുന്നുണ്ട്. അങ്ങനെ ഒരെണ്ണമാണ് BA ഫൈൻ ആർട്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കാലിഗ്രാഫിയുടെ അടിസ്ഥാന തത്വങ്ങളായിട്ടുള്ള സ്ക്രിപ്റ്റ്, ഫോണ്ടുകൾ, സ്ട്രോക്കുകൾ എന്നിവയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം, ഫൈൻ ആർട്സ് ഗവൺമെൻറ് ആർട്സ് കോളേജുകളിലൊക്കെ ഇത് നിലവിലുണ്ട്. നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് പല സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഈ ഒരു കോഴ്സുകൾ നിങ്ങൾ കാലിഗ്രാഫിയിൽ നടത്തുന്നുണ്ട്. അത് ഓൺലൈൻ രീതിയിലും ദൂര വിദ്യാഭ്യാസത്തിലൂടെയും ഒക്കെ ഈ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അതിന് ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ന്യൂഡൽഹിയിലുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ സെൻറ്റർ ഫോർ ആർട്സ്. ഡൽഹിയിലെ തന്നെ കാലിഗ്രാഫി ഇന്ത്യ
മുംബൈയിലെ അച്യുത് പല്ലവ് സ്കൂൾ ഓഫ് കാലിഗ്രാഫി, മുംബൈയിലെ തന്നെ വിക്രാന്ത് കാരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്ട്, നാഗ്പൂരിലെ ആർട്ടിസ്റ്റ് കാലിഗ്രാഫി, ഇൻഡോറിലെ റൈറ്റ്, ബാംഗ്ലൂരിലെ ശ്രീ യോഗീശ്വരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ് റൈറ്റിംഗ് എന്നിവ ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് മാസ്റ്റർ ആയിട്ടുള്ള പരിശീലന കേന്ദ്രങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നവയാണ്. കേരളത്തിലെ ഏതാണ്ട് എല്ലാ ജില്ലകളും തന്നെ കാലിഗ്രാഫി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത, പ്രായഭേദമന്യേ ഈ കോഴ്സുകളൊക്കെ ആർക്കും പഠിക്കാം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്ഥാപനങ്ങളിൽ കോഴ്സ് കഴിഞ്ഞിറങ്ങുന്നവർക്ക് തൊഴിൽ അവസരങ്ങൾ കാര്യമായി ലഭിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. എങ്കിൽ കൂടിയും ചില സാഹചര്യങ്ങളിലൊക്കെ ഇൻഡിപെൻഡൻ്റ് ഒക്കെ ആയിട്ട് പ്രവർത്തിച്ച് നന്നായിട്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കോഴ്സ് എവിടെ പഠിച്ചു എന്നതിനപ്പുറം നമ്മൾക്ക് എത്രമാത്രം ഇതിനോട് താല്പര്യമുണ്ട്, എത്രമാത്രം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വരയിലെ ജോലി സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതവിടെ പഠിക്കാം എന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ, ഇതിൻ്റെ ജോലി സാധ്യതകൾ പറയാം. ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ നമുക്കറിയാം, കാലിഗ്രാഫിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു സമൂഹമാണ് അറബ് സമൂഹം എന്ന് നിങ്ങൾക്കറിയാം. അവിടെ അക്ഷരങ്ങളുടെ രൂപസാദൃശ്യം കൊണ്ടാകാം, കാര്യങ്ങൾ കൊണ്ടാകാം, അവർ ഒരു കാലിഗ്രാഫി ശൈലിയിൽ തീർത്ത അവരുടെ പേരുകൾ എഴുതി വെക്കുക, അവരുടെ വീട്ടുപേരുകൾ ആലേഖനം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പലപ്പോഴും ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഗൾഫ് നാടുകളിൽ കാലിഗ്രാഫിസിൻ്റെ പ്രാധാന്യം വളരെയധികം കൂടുതലാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഈ ഗൾഫ് നാടുകളിലൊക്കെ കാലിഗ്രാഫി സ്റ്റുഡിയോസ് നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീലാൻസറായിട്ട് സ്റ്റുഡിയോകൾ എടുത്ത് നിങ്ങൾക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റുഡിയോയിൽ കാലിഗ്രാഫിസ്റ്റായിട്ട് ജോലി ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കുറേയധികം മേഖലകളിൽ പ്രത്യേകിച്ച് ഈ ബ്രാൻഡ് നെയിം എഴുതി ചേർക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചില സെറാമിക് പെയിൻറ്റിങ് ക്ലാസ്സുകളിലൊക്കെ ഇത്തരത്തിലുള്ള ജോലി സാധ്യതകൾ കൂടുതലായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ലോകത്ത് എവിടെ വേണമെങ്കിലും, ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം, ഖുറാൻ എന്ന് പറയുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അത് പലപ്പോഴും കാലിഗ്രാഫി ശൈലിയിൽ തീർത്ത ഖുറാനുകൾ വാങ്ങിക്കുന്നവരുടെ എണ്ണം ഇന്ന് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാധ്യതകൾ വളരെ വലിയ രീതിയിൽ വരുന്നുണ്ട്. അപ്പം നമ്മൾ സ്വന്തം കഴിവുകൊണ്ട് ഈ ഒരു മേഖലയിൽ എക്സൽ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മികച്ച ഒരു കരിയറും നല്ല സാമ്പത്തികവും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതായിട്ടാണ് കണക്കാക്കപ്പെടുക. അപ്പോൾ ഇവിടെ മറ്റു കോഴ്സുകളൊക്കെ നമുക്കറിയാം, അക്കാഡമിക് മാർക്കുകളും കാര്യങ്ങളും വെച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ കഴിവ്, നമ്മളുടെ രീതി, നമ്മളുടെ ഒരു ശൈലി എന്നിവയെ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ വലിയൊരു ലോകം കെട്ടിപ്പടുക്കാനായിട്ട് പറ്റുന്ന ഒരു മേഖലയായിട്ടാണ് കാലിഗ്രാഫീനെ കാണുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. അതിനു മുമ്പ് നിങ്ങൾക്ക് തൊഴിൽ മേഖലയുമായിട്ടോ ഉപരിപഠനവുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് കരിയർ രംഗമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെയിൽ ചെയ്യുക. ഞങ്ങളുടെ വിലാസം walktherightpath01@gmail.com എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഔട്ട് ബൈ ബിബിൻ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കിക്കവല. എല്ലാ മരുന്നുകൾക്കും 10 മുതൽ 60% വരെ വിലക്കുറവ്. ബേബി കെയർ, പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം. കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം. ഹോം ഡെലിവറി സൗകര്യം. വിശാലമായ പാർക്കിംഗ് ഏരിയ. ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ. ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കിക്കവല, കട്ടപ്പന.